ദൈവത്തിൻ്റെ പ്രതിച്ഛായയിലുള്ള മനുഷ്യൻ. ഉൽപ്പത്തി പുസ്തകം 1:26 മുതൽ 31 വരെ. ചിന്തയ്ക്കായിട്ട് 27 വാക്യം. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം തൻ്റെ പ്രതിച്ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന വാക്യത്തിൽ മനുഷ്യൻ്റെ ബാഹ്യമായ രൂപഘടനയോടുകൂടി സംബന്ധിച്ചുള്ള ധാരണയാണ് സ്വരൂപം എന്ന വാക്ക് പെട്ടെന്ന് നൽകുന്നത്. അപ്പോൾ മനുഷ്യരുടേതുപോലുള്ള രൂപഘടനയുള്ളവനാണ് ദൈവം എന്ന് വരുന്നു. അങ്ങനെ നാം സങ്കല്പിച്ചാൽ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിധേയമായി ആ അതിർത്തിക്കുള്ളിൽ ദൈവത്തെ ഒതുക്കി നിർത്തേണ്ടി വരും. മനുഷ്യൻ്റെ ബുദ്ധി, വികാരം, സങ്കല്പം, ഇച്ഛ ഇവയ്ക്കെല്ലാം ഈശ്വരൻ അധീനനാണെന്ന് സ്പഷ്ടം. അതേസമയം തന്നെ ഈശ്വര സദൃശ്യനായ ആന്തരിക മനുഷ്യൻ ഓരോരുത്തരിലും കുടികൊള്ളുന്നുമുണ്ട്. ബാഹ്യ മനുഷ്യനെ നേർവഴി കാട്ടുന്നു ഈ ആന്തരിക മനുഷ്യനെയാണ് ദൈവം തൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിധേയമായ ബാഹ്യ രൂപഭാവങ്ങളില്ല. നമ്മുടെ ബാഹ്യമായ ചട്ടക്കൂടിൽ ഈശ്വര സദൃശ്യനായ ഒരു മനുഷ്യൻ സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് നാം പലപ്പോഴും ഓർക്കാറില്ല. ഓർത്തിരുന്നെങ്കിൽ നാം നമ്മെ തന്നെയും മറ്റുള്ളവരെയും നശിപ്പിക്കാൻ ഒരിക്കലും തുനിയുമായിരുന്നില്ല. ജെയിംസ് കെല്ലർ എന്ന ഗ്രന്ഥകാരൻ ഒരു സംഭവ കഥയിൽ കൂടെ ഈ ആശയം കുറേ കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലുള്ള ആശ നശിച്ച് തൻ്റെ ഉള്ളിലെ മനുഷ്യൻ്റെ വിലയെപ്പറ്റിയും വഴികാട്ടലിനെ പറ്റിയും ബോധവാനല്ലാതെ ആത്മഹത്യ ചെയ്യാനൊരുങ്ങി. അയാൾ എന്താണ് ചെയ്തതെന്നോ, വളരെ സ്പീഡിൽ തൻ്റെ കാർ ഓടിച്ച് അടച്ചിട്ടിരുന്ന ഒരു മരുന്ന് കടയിലേക്ക് ഇടിച്ചു കയറ്റി. പക്ഷേ അയാൾ മരിച്ചില്ല. ആ കടയുടെ തൂണുകളെല്ലാം, ഉള്ളിലുള്ള ഉപകരണങ്ങളുമെല്ലാം, വിലയേറിയ മരുന്നുകളും ആ ഇടിച്ചു തകർത്തു. ആ കെട്ടിടം തകർന്നു വീണു. താൻ മരിക്കുമെന്ന് അയാൾ കരുതിയത്, പക്ഷേ വിചാരിച്ചതുപോലെ നടന്നില്ല. പിന്നീട് ആകെ കെട്ടിടത്തിലുണ്ടായിരുന്ന എണ്ണയ്ക്ക് അയാൾ തീവച്ചു. അതുകൊണ്ടൊന്നും അയാൾക്ക് മരിക്കുവാൻ കഴിഞ്ഞില്ല. പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. $85,000 വസ്തുവകകളാണ് ആ മനുഷ്യൻ്റെ ഭ്രാന്തമായ പ്രവൃത്തി കൊണ്ട് നശിച്ചത്. തന്നിലെ ദിവ്യ മനുഷ്യൻ്റെ, അതായത് ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ വില എന്താണെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. തങ്ങളുടെ ഉള്ളിലെ മനുഷ്യൻ്റെ വിലയെപ്പറ്റി അറിയാവുന്ന ഒരുവൻ ഒരിക്കലും തന്നെയും അന്യനെയും അന്യൻ്റെ മുതലിനെയും നശിപ്പിക്കുകയില്ലെന്ന് കെല്ലർ ചൂണ്ടിക്കാണിക്കുന്നു. ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വിലയേറിയ മനുഷ്യൻ ഓരോരുത്തരിലും കുടികൊള്ളുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ആ മനുഷ്യനെ സമാധാനിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരെ ആദരിക്കാൻ കഴിയൂ. ദൈവത്തിൻ്റെ പ്രതിച്ഛായയിലുള്ള നമ്മിലെ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാനും സാധിക്കൂ. അതുകൊണ്ടാണ് നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് യേശു ക്രിസ്തു പറഞ്ഞത്. ഓർക്കണമേ, കരുണാർദ്രമായ സ്നേഹം ലോകത്തെ കീഴടക്കുന്നു. 1 യോഹന്നാൻ 4:9. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവന് ജീവിക്കേണ്ടതിനെ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസ്.